അഭ്യൂദയം എനിക്കാശു വരുത്തുവാനിപ്പോഴിവിടേക്കെഴുന്നുള്ളുക വേണമേ. താപത്രയവും വിഷാദവും തീർന്നു പോമാപത്ത് മറ്റുള്ളവയും അകന്നിടേണം. ശത്രുനാശം വരേണം. രോഗവിനാശനം വർദ്ധിക്കും ആയസ് സത്കീർത്തി വർദ്ധനം ആദിത്യഹൃദയമന്ത്രം ഇതുത്തമം എത്രയും വാക്യാൽ ജപിക്കുന്നു. എല്ലാ സജ്ജനങ്ങൾക്കും ഔഷധ സാഗരത്തിലേക്ക് സ്വാഗതം. നമ്മൾ എന്നും പറയുന്നത് പോലെ ഇന്ന് നമ്മൾ പറയുന്നത് കൂഷ്മാണ്ഡ രസായനം. അതാണ് നമ്മൾ ഇതിനകത്ത് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന കൂഷ്മാണ്ഡ രസായനമാണ്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് നിങ്ങളെല്ലാവരും തന്നെ ഉണ്ടാക്കി ഇത് കഴിക്കേണ്ടതാണ്. അപ്പം ഈ കൂഷ്മാണ്ഡ രസായനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂഷ്മാണ്ഡം നിങ്ങൾക്കെല്ലാം അറിയാം എന്നാണ് എൻ്റെ വിശ്വാസം. എങ്കിലും കൂഷ്മാണ്ഡം എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങ, അതായത് നെയ്ക്കുമ്പളങ്ങ എന്ന് പറയും. അപ്പം ഈ നെയ്ക്കുമ്പളങ്ങ നിങ്ങൾ അത് നല്ല ശ്രേഷ്ഠമായ അതായത് പഴകിയ നെയ്ക്കുമ്പളങ്ങ എടുത്തിട്ട് അതിൻ്റെ തൊലി ചെത്തിക്കളഞ്ഞിട്ട് അതിൻ്റെ കുരുവും കളഞ്ഞിട്ട് ഇത് ചെറുതായിട്ട് കഷണിച്ച് എന്നിട്ട് അരച്ച് നീരെടുക്കുകയോ അല്ലെ വാട്ടിയിട്ട് അരച്ച് നീരെടുക്കുകയോ ചെയ്യുക. എന്നിട്ട് ആ നീരെടുത്തിട്ട് അത് 4 ഇടങ്ങഴിയാണ് വേണ്ടത്. അപ്പം ആ 4 ഇടങ്ങഴി നീര് അല്ലെങ്കിൽ 100 ഫലം ആ സാധനം വേണം. അപ്പം ആ 100 ഫലം എടുത്തതിന് ശേഷം അതിനകത്ത് ശർക്കര അതായത് അത്രയും തന്നെ അതായത് 4 കിലോ അല്ലെ 5 കിലോ ഒക്കെ ചേർക്കുന്നുണ്ട്. പലരും 4, 5, 6 കിലോ ഒക്കെ ചേർക്കുന്നുണ്ട് ഒരു യോഗത്തിൽ. അപ്പം ഈ ഒരു യോഗത്തിനൊക്കെ കാര്യം പറയും. അപ്പം അങ്ങനെയുള്ളത് ചേർത്ത് ഒരു 18 മരുന്നും ചേർത്ത് ഇതിക്കിടക്ക് നമുക്ക് ഈ ലേഹ്യം ആക്കിയെടുക്കും. അതായത് അത് ഇടിച്ചു പിഴിഞ്ഞ നീരും അതിന് ശേഷം ഈ കുമ്പളങ്ങ നെയ്ക്കകത്ത് വാട്ടി നമ്മുടെ തേനിൻ്റെ കളറാകുമ്പോൾ അതും എടുത്ത് വെച്ച് അരച്ചെടുക്കുക. എന്നിട്ട് വേണം ഇതിനകത്ത് ഈ ശർക്കര പാവ് പോലെ കാച്ചിട്ട് ആ നീരിനകത്ത് കാച്ചിട്ട് അത് അരിച്ചെടുത്തതിന് ശേഷം ഈ പൊടി മരുന്ന് ഇട്ട് ശരിയാക്കി എടുക്കാൻ നമ്മളുടെ ഈ കൂഷ്മാണ്ഡ രസായനം അതായത് ബൃഹത് കൂഷ്മാണ്ഡ രസായനം റെഡിയാകും. അപ്പോൾ ഈ ബൃഹത് കൂഷ്മാണ്ഡ രസായനം റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് അത് കഴിക്കാനുള്ള ഗുണങ്ങളെ കൊണ്ടുവരാം. അതായത് 5 രീതിയിലുള്ള ശ്വാസങ്ങളും വിമ്മിഷ്ടങ്ങളും മാറും, ചുമ മാറും, നെഞ്ചത്ത് ചിലർക്ക് നീർക്കെട്ടും ക്ഷതങ്ങളും ഉണ്ടാകും, പിന്നെ ക്ഷയം രോഗം മാറും. ഇങ്ങനെയുള്ള രോഗങ്ങളെല്ലാം മാറ്റി ശരീരത്തിന് കരുത്ത് ഏകുന്ന ഒരു നല്ലൊരു ഔഷധമാണ് ഈ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. ഇനി നിങ്ങൾക്ക് ആർക്കും ഉണ്ടാക്കാനൊക്കാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർ വന്നാൽ നമ്മൾ കുറേശ്ശെയൊക്കെ ഇത് ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ആയതിലേക്ക് നിങ്ങളെല്ലാവരും ഇനി ഇത് കണക്ക് നിങ്ങൾ ഉണ്ടാക്കി എല്ലാവരും കഴിക്കുകയും ചെയ്യണം. നിങ്ങൾ പരസ്പരം മറ്റുള്ളവരോട് ഇത് ഉണ്ടാക്കാനും പ്രേരിപ്പിച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മുടെ പൈതൃകമാണ് ആയുർവേദം. അതായത് പ്രത്യേകിച്ച് ഭാരതീയരുടെ പൈതൃകമാണ് ആയുർവേദം. ആ പൈതൃകത്തെ നമുക്ക് ഊട്ടിയുറപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും മനസ്സ് വെച്ചെങ്കിൽ മാത്രമേ ശരിയാകത്തുള്ളൂ. അല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പഴിചാരാൻ പോവാതെ നമ്മൾ കൃത്യമായിട്ട് ഇത് ചെയ്യും. അതിനാൽ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിവസത്തെ പ്രദാനം ചെയ്തുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്ദിയും നമസ്കാരവും നേർന്നുകൊള്ളുന്നു.